അങ്ങനെ വിചാരിക്കരുത്. രണ്ട് ഓഡിഷൻ കഴിഞ്ഞ് ഒരു ലുക്ക് ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് അവര് ഓക്കെ ഇപ്പോഴാണ് ഓക്കെ ആയതെന്ന് പറഞ്ഞ. അമ്മ പറഞ്ഞിരുന്നു, അതായത് ഓക്കെ സിനിമയൊക്കെ ഓക്കെ ഇഷ്ടമാണ്, അതൊക്കെ കൊണ്ടുപോകും, പക്ഷെ അതിൻ്റെ കൂടെ കരിയർ എന്ന് പറഞ്ഞ വേറെ സംഭവം എന്തായാലും ചെയ്തോളൂ. ഉറപ്പായിട്ടും ഇത് ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ ചെയ്യാം, വന്നില്ലെങ്കിൽ ബാക്കപ്പായിട്ട് വേറെ ജോലിയായിട്ട് തന്നെ നോക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാക്സിമം സിനിമകൾ കാണുക, അതാണ് ഹോംവർക്ക്. ഇപ്പോൾ സഞ്ജയ് സാറിൻ്റെ അടുത്ത് ചോദിച്ചാലും അദ്ദേഹം പറയാ പഴയ ഫിലിംസ് കാണുക അല്ലെങ്കിൽ ക്ലാസിക്സ് കാണുക. അപ്പോൾ അവര് ക്യാരക്ടേഴ്സ് ഭയങ്കര ഇന്റേണലൈസ് ചെയ്തിട്ട് പഴയ സിനിമ കുറച്ചുകൂടിയൊക്കെ ഇപ്പൊ കുറച്ചുകൂടി ഭയങ്കര റിയലിസ്റ്റിക് അല്ലേ, ഭയങ്കര റോ ആയിട്ടല്ലേ നമ്മൾ ചെയ്തത്. പഴയ സിനിമകൾ അത്രയ്ക്ക് അങ്ങനെ ഇംഗ്ലീഷ് ഫിലിംസ് കാണാൻ പറയും പുള്ളി, കുറച്ചും കൂടെ മലയാളത്തിനെക്കാട്ടിലും പ്രിഫർ ചെയ്യുന്നത്. ഹലോ എവരി വൺ, ബേബി ഗേളിന്റെ വിശേഷമായി മൈഥിലിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹലോ. ഹായ്. ബേബി ഗേൾ ഇറങ്ങിയ ശേഷം എങ്ങനെയുണ്ട്? അടിപൊളി. ഭയങ്കര തിരക്കാണോ ലൈഫ്? തിരക്കാണ്, ഈ ഒരാഴ്ചയായിട്ട് തിരക്കാണ്. ഉറപ്പായിട്ടും ബാംഗ്ലൂരിൽ ഇതിന് വേണ്ടി ഇവിടെ വന്ന് സെറ്റിൽ ആയിട്ട് ഇരിക്കുകയാണ്. കുറച്ച് ദിവസത്തിന് വേണ്ടി എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. ശരിക്കും എന്താ ചെയ്യുന്നത്? അതല്ലാതെ ഇപ്പൊ സിനിമ നമ്മുടെ ഒരു പാഷനാണ്, നമ്മുടെ കൂടെ ഉണ്ടാവും, അതല്ലാതെ എന്തായിരുന്നു ചെയ്യുന്നത്? ഞാൻ ഡാൻസറാണ് ബേസിക്കലി. അപ്പോൾ ക്രൈസ്റ്റിൽ 5 years പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു കമ്പനിയിൽ കയറി. അപ്പോഴാണ് ബേബി ഗേൾ വന്ന ഭാഗ്യത്തിന്. വർഷം മാർച്ചില്. അപ്പൊ അങ്ങനെ ഓഡിഷൻ ചെയ്തു. നേരെ പടം കിട്ടിയപ്പോ തന്നെ അത് ക്യാൻസൽ ആക്കി. അപ്പൊ തന്നെ അതെ, ജോലി പോയതാണ് സത്യം പറഞ്ഞത്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് 1 മാസം മാറി നിന്നല്ലോ. അപ്പൊ തിരിച്ചു പറഞ്ഞിട്ടല്ലേ പോയത്? പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ എനിക്ക് മറ്റേ 6 months പീരീഡ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. പ്രൊബേഷൻ പീരീഡ്. അപ്പൊ അങ്ങനെ തിരിച്ചു വന്നപ്പോ എല്ലാം തീർന്നു. നമ്മുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ സിനിമ തന്നെയായിരുന്നു? സിനിമ ലൈക്ക് പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അമ്മ ലൈക്ക് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒക്കെ എനിക്ക് എനിക്കും എപ്പോഴെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഐ വോണ്ട് ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ എന്ന് എന്തായാലും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് ബേബി ഗേൾ വഴി സാധിച്ചു. അമ്മ എന്താ പറഞ്ഞു സിനിമ കണ്ടിട്ട്? ആക്ച്വലി മിനിഞ്ഞാന്നാണ് കണ്ടത്. നിങ്ങൾ ഒരുമിച്ച് പോയതാണോ? ഇല്ല, അമ്മ ബാംഗ്ലൂർ. ഇപ്പൊ ഇവിടെ ആണല്ലോ. അതെ അതെ അതെ. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമായി. അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു, ഇത് ബെറ്റർ ആക്കി ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഇത് ക്രിട്ടിസൈസ് ചെയ്തു. ഉറപ്പായിട്ടും. പക്ഷെ ഹാപ്പി ആയിരുന്നു. രണ്ടുപേർക്കും ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. അമ്മ തന്നെ ആയിരുന്നോ കൂടെയൊക്കെ വന്നത് സെറ്റിലൊക്കെ? ഇല്ല, അമ്മ വന്നു. അമ്മ ജസ്റ്റ് വിസിറ്റിന് ഒറ്റ ദിവസം വന്നു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വരണ്ട, എനിക്ക് ടെൻഷനാണ്. അമ്മ ഉള്ളപ്പോ അങ്ങനെ ഫ്രീ ആയിട്ട് പെർഫോം ചെയ്യാൻ. ചില ആളുകൾക്കുണ്ട്, നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് അങ്ങ് പെർഫോം ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഒരാളാണ്. അതുകൊണ്ട് അമ്മോട് വരണ്ടെന്ന് പറഞ്ഞു സെറ്റില്. ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം. അവിടെ ചെന്നപ്പോ ഒരു ടെൻഷനിൽ അമ്മയെ വിളിച്ചോ, അമ്മ ഞാൻ ഇവിടെ എത്തി. ഫുള്ള് കോളിലായിരുന്നു. എനിക്ക് ടെൻഷനാണ്, അടുത്ത ദിവസം ചെയ്യാൻ പറ്റുമോ, ഡയലോഗ് എങ്ങനെയായിരിക്കും ഡെലിവറി ചെയ്യുന്ന ഒന്നും അറിയില്ല, ന്യൂ എക്സ്പീരിയൻസ്. അപ്പോൾ അമ്മ ഓൾമോസ്റ്റ് 1 hour കോളില് സമാധാനപ്പെടുത്തലായിരുന്നു. ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 days ആയപ്പോൾ സെറ്റായി. സെറ്റിലുള്ള എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടാണ് നമ്മളെ കംഫർട്ടാക്കി മാക്സിമം ഹെൽപ്പ് ചെയ്തിട്ടാണ് ചെയ്തത് എല്ലാം. അപ്പൊ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അമ്മയുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇടയ്ക്ക് എനിക്ക് ഇഷ്ടം സിനിമ അല്ലെങ്കിൽ അത് ഒരു ബാക്കപ്പ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. എന്തായാലും ജോലി വേണമല്ലോ, ഇത് എപ്പോ കിട്ടും എന്നറിയില്ല. അപ്പം സൈഡിൽ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഷീ നോസ്, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പോകുന്നറിയാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇപ്പൊ അന്ന് ജോലി നമ്മൾ അന്ന് റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കഴിഞ്ഞ വർഷമായി, ഇപ്പൊ ഏകദേശം 1 year ആയിട്ടുണ്ടാവുമല്ലോ. ഷൂട്ട് കഴിഞ്ഞിട്ട് 1 year ആയി. ഇതിന്റെ ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പ് എങ്ങനെയായിരുന്നു ഫിൽ ചെയ്തത്? ഞാൻ ക്രിയേറ്റീവായിട്ട് എൻ്റെ പേരൻസിന്റെ ഡാൻസ് സ്കൂളിൽ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ഫ്രീ ആയിട്ട് ഇരുന്നിട്ടില്ല. ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണല്ലോ കുറെ തോട്ട്സും അതെ. അപ്പം മാക്സിമം ബിസി ആയിട്ട് തന്നെയാണ് ഇരുന്നത്. പിന്നെ സൈഡിൽ ഡാൻസ് കുറച്ചും കൂടെ പോളിഷ് ചെയ്യാൻ നോക്കും. ഓഡിഷൻസിന് വരും. അക്ഷയും മൃദുലും പറയുന്നുണ്ടായിരുന്നു അവർ കുറേ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തിട്ടാ ലാസ്റ്റ് ഫൈനലി ഇത് ഹാപ്പൻ ആയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം എത്ര ഓഡിഷൻ പോയിട്ടുണ്ടാവും? 2-3. അമ്മ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിരുന്നു ഇത് കിട്ടിയതോ? ഒരിക്കലും അല്ല. അങ്ങനെ വിചാരിക്കരുത്. ഞാൻ 2 ഓഡിഷൻ കഴിഞ്ഞ് ഒരു ലുക്ക് ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് അവര് ഓക്കെ ഇപ്പോഴാണ് ഓക്കെ ആയതെന്ന് പറഞ്ഞ. സെക്കൻഡ് ഓഡിഷൻ കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മയെ പറ്റി അറിഞ്ഞത്. അരുൺ സാറ്, വിനോയ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ.
അപ്പൊ അമ്മ വഴി അങ്ങനെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് അറിയാം ഇൻട്രസ്റ്റ് ഉണ്ട്, അഭിനയം താല്പര്യമാണെന്ന് അറിയാം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അമ്മ പറഞ്ഞിരുന്നു, അതായത് ഓക്കെ സിനിമയൊക്കെ ഓക്കെ ഇഷ്ടമാണ്, അതൊക്കെ കൊണ്ടുപോകും, പക്ഷെ അതിന്റെ കൂടെ കരിയർ എന്ന് പറഞ്ഞ വേറൊരു സംഭവം എന്തായാലും ചെയ്തോണം. ഉറപ്പായിട്ടും ഇത് ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുമ്പോ ചെയ്യാം, വന്നില്ലെങ്കിൽ ബാക്കപ്പ് ആയിട്ട് വേറെ ജോലിയായിട്ട് തന്നെ നോക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന് കയറിയത്. ഓക്കെ, ഈ ഫസ്റ്റ് ഡേ നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ അമ്മ തന്നൊരു ടിപ്പ് എന്തായിരുന്നു? എന്തെങ്കിലും ഒരു അഡ്വൈസ് പറഞ്ഞായിരുന്നു? എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് എന്താ പറയേണ്ടത്. ശരിക്കും അങ്ങനെ നടന്നിട്ടില്ല. ശരിക്കും ടിപ്പായിട്ട് അമ്മ തന്നിട്ടില്ല. ജസ്റ്റ് ഡയറക്ടർ പറയണ എന്താന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കുക, അതേപോലെ ഡെലിവർ ചെയ്യുക. അധികവും കുറവായിട്ടൊന്നും കൊടുക്കരുത്. നമ്മുടെ ഫസ്റ്റ് ഫിലിമാണ്, അപ്പൊ മാക്സിമം അവിടെ പോകുമ്പോൾ ലേൺ ചെയ്യാൻ നോക്കുക. അധികം ഇംപ്രവൈസിങ് അതൊന്നും വേണ്ട, ജസ്റ്റ് ഡെലിവർ വാട്ട് ഇസ് റിക്വയർഡ്. അതാണ് പറഞ്ഞ ടിപ്പ്. ഫസ്റ്റ് മൂവി അല്ലേ ഇത്? ഫസ്റ്റ് മൂവി. പക്ഷെ എനിക്ക് തോന്നുന്നു എവിടേക്കോ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആയിട്ടാണ് മൈഥിലി എന്ന് തോന്നുന്നത്. നമുക്ക് എപ്പോഴൊക്കെയോ എവിടേക്കോ കണ്ടതുപോലെ. റീൽസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ ഡാൻസ് റീൽസ് ഇടയ്ക്കൊക്കെ അപ്ലോഡ് ചെയ്യും, പക്ഷെ ട്രെൻഡിങ് സംഭവങ്ങൾ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇല്ല. ഞാൻ ഈ റീൽസ് കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയം ബേബികൾ അപ്പൊ ഈ കൊച്ചിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്ക് എവിടേക്കോ നമുക്ക് പരിചയമുള്ള പോലെ ഒരു ഫെമിലിയർ ആയിട്ട് തോന്നുന്ന ഒരു ഫേസ്. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്, കൈയും കാലൊക്കെ വിറക്കായിരുന്നു. ഇവര് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ല. നമുക്ക് ഷൂട്ട് മൊത്തം കൊച്ചിയിലായിരുന്നു. എന്റെ ഷൂട്ടൊക്കെ ഫുൾ കൊച്ചിയിലായിരുന്നു. അപ്പം ഇത് ഡയലോഗ് ഓർമ്മ വരുമോ, എക്സ്പ്രഷൻ കറക്റ്റ് ആയിട്ട് പോവോ, ചീത്ത കേൾക്കരുതല്ലോ. നമ്മൾ ഫസ്റ്റ് പ്രോപ്പറായിട്ട് ജസ്റ്റിസും ചെയ്യണം ക്യാരക്ടറിന്. അപ്പൊ ഫൈസൊക്കെയാണ് ക്യാമറ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ലൈക്ക് പുള്ളിക്കാരന് ലൈക്ക് കുറെ തിരക്കാണ്, അത് അവിടെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ നോക്കിയിട്ട് ഫസ്റ്റ് ഷോട്ട് അല്ലേ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എനിക്ക് അത് മതിയാണ്. ദാറ്റ് വാസ് ലൈക്ക് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. അപ്പൊ പിന്നെ ഓക്കെ, ഇയാൾ ഇത്ര എഫേർട്ട് എടുത്ത് എന്നോട് ഇത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. ടെൻഷൻ അടിക്കുന്ന പുള്ളി കാണുന്നുണ്ടാവും, ചിലപ്പോ കാണുന്നുണ്ടാവും. എത്ര പടം ചെയ്തിട്ടുള്ള ഐ മീൻ മനസ്സിലാവുമല്ലോ നമുക്ക്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു കോൺഫിഡൻസ് ആയി. ഫസ്റ്റ് ഷോട്ട് ചെയ്ത പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല, കുറച്ച് ട്വിസ്റ്റ് ഉള്ള സിനിമ നിങ്ങൾ പോയി കാണണം. ഞാൻ കണ്ടതാണ്. ഞാൻ നമുക്കത് കഴിയുമ്പോ പറയാന്നില്ല, അല്ലെങ്കിൽ സ്പോയിലർ അലേർട്ടിട്ട് എല്ലാം കൊടുക്കേണ്ടി വരും. ഓക്കെ, ലിജോ മോളിലൂടെയുള്ള ഒരു കോമ്പിനേഷൻ സീൻ വരുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു? കാരണം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. നമ്മുടെ ഓപ്പോസിറ്റ് അവരിങ്ങനെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കാണുകയും ചെയ്യും, എന്ന സെയിം ലൈക്ക് അതേപോലെ നമ്മൾ കോ ആക്ടറും കൂടെ ആണല്ലോ. ആ ഒരു രണ്ട് ഫീലിങ്സും കൂടെ ഒരുമിച്ച് എങ്ങനെയാ മാനേജ് ചെയ്തത്? ലിജോ ചേച്ചി ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഉള്ളതാണെന്ന് തോന്നും. ആ സിറ്റുവേഷൻ അത്രയും റിയലായിട്ടും റോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, ഇത് എങ്ങനെയാ ചെയ്യാന്ന് അറിയില്ല, ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാണ്. അപ്പോൾ ഒന്നും പേടിക്കാണ്ട്, ഒരു കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞത്, കൂടെ ഉള്ള ആൾക്കാരാണ് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തത്. സംഗീതാട്ടനാണെങ്കിലും ലിജോ ചേച്ചി ആണെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് ചെയ്യുക, ഒന്നും ടെൻഷൻ, എത്ര ടേക്ക് വേണമെങ്കിൽ പോവാന്നാണ് പറയാ അവര്. അപ്പൊ അത് നമുക്ക് അപ്പം ഭയങ്കര റോ ആയിട്ട് ഓപ്പോസിറ്റ് നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായി റിയാക്ട് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ നമ്മളായിട്ട് അഭിനയിക്കൊന്നും വേണ്ട, പുള്ളിക്കാരി ക്യാരക്ടറിലാണ് ഫുൾ. അപ്പൊ അത് സപ്പോർട്ട് ചെയ്യുമ്പം പെർഫെക്റ്റ് ആയിരിക്കണം. പക്ഷെ അവിടുന്ന് അത്രയും 100% വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് 50% സെറ്റാണ്, ബാക്കി 50 കൂടെ ഇട്ടാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പൊ നമുക്ക് ചില ക്യാരക്ടേഴ്സ് നമ്മൾ പ്ലേ ചെയ്ത് കഴിയുമ്പോഴേ അപ്പൊ അവരുടെ ചില ഫീലിങ്സും നമ്മുടെ ഒരു ഫീലിങ്സും കൂടെ ഒരു നമ്മുടെ ഉള്ളിൽ വരുമല്ലോ. അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ? കാരണം ഈ പറഞ്ഞ പോലെ അതിനകത്ത് ബേബി ഗേൾ ഒരു അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് ആലോചിച്ചായിരുന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ലൈക്ക് സഞ്ജയ് സാർ അതാ പറഞ്ഞ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇന്റേണലൈസ് ചെയ്തിട്ടാണ് പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആ സിറ്റുവേഷനിൽ പ്ലേസ് ചെയ്തിട്ട് തന്നെ പെർഫോം ചെയ്യണം. ഇതിപ്പം എല്ലാ ടീനേജേഴ്സിനും പറ്റാവുന്ന ഒരു കാര്യമാണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ കണ്ട് പെർഫോം ചെയ്യുക, ആക്ച്വലി ബിലീവ് ചെയ്യുക നമ്മൾ ആ ഒരു അമ്മയാണ്. അതെ അങ്ങനെ. അപ്പോൾ ചെയ്തപ്പോൾ അത്ര ഡിഫിക്കൽട്ടായിട്ടൊന്നും തോന്നില്ല. ഇവർ മാക്സിമം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ബ്രീഫ് ചെയ്തിട്ടുണ്ട്, പുഷ് ചെയ്യും നല്ലോണം. അപ്പം ബാക്കിയൊക്കെ അതിന്റെ കൂടെ ഈ ബേബിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം എങ്ങനെയായിരുന്നു? എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സേഫ് ആയിരുന്നു. പക്ഷെ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് 3 days ഓൾഡ് ബേബി ആണല്ലോ, അപ്പോൾ
ഭയങ്കര കെയറും അതിന്റെ ആയിരുന്നു ടെൻഷൻ. കറക്റ്റ് ആയിട്ട് എടുക്കണം. ഭാഗ്യത്തിന് എനിക്ക് സീൻസ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ സേഫ് ആയിരുന്നു ആ കാര്യത്തിൽ സേഫ്. ഓക്കെ. ഈ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഏത് ഇമോഷൻ അഭിനയിക്കാൻ നമ്മൾ ഇതിലേക്ക് പേഴ്സണലി കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ട്? കരച്ചിലാണോ അല്ലെങ്കിൽ എങ്ങനെയാ? കരച്ചില് വരുന്ന കുറച്ച് ഈ വേരിയേഷൻസ് ഉണ്ട്. ഇപ്പം പൊട്ടിക്കരയാനാണെങ്കിലും അത് ഫുള്ളായിട്ട് കാണിക്കരുത്, ഉള്ളിലെ ഒരു സങ്കടം ഉണ്ടല്ലോ അത് കാണിക്കണം. അപ്പം അങ്ങനത്തെ ബ്രീഫിങ് കിട്ടിയപ്പോൾ ഞാൻ ഓക്കെ പ്രിപ്പയർ ചെയ്യണം എന്തായാലും. അവിടെ പോയിട്ട് സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റില്ല, അതായിരിക്കും കുറച്ച് ടഫായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്ത് സ്ക്രിപ്റ്റ് നമുക്ക് തലേ ദിവസം തന്നെ കിട്ടുമല്ലോ, റൂമിൽ ചെന്നിരുന്ന് പഠിക്കുമോ? ഞാൻ പഠിക്കും, ഞാൻ പഠിച്ചിട്ട് ഫുള്ള് ഡയലോഗൊക്കെ കറക്റ്റ് ആക്കിയിട്ട് പോകും. എനിക്ക് നല്ല പേടിയായിരുന്നു. സോ ചിലപ്പോൾ നമുക്ക് ആ ടൈമിലായിരിക്കും കിട്ടുക, ബട്ട് മെജോറിറ്റി എനിക്ക് 1 day ബിഫോർ വാട്സാപ്പിൽ അയച്ചു തരും. ഞാൻ ഇരുന്ന് എഴുതുമല്ല, എഴുതി പഠിക്കും. ഡയലോഗ് എല്ലാം എഴുതും, നോട്ട്ബുക്കിൽ എഴുതും. അപ്പം എന്റെ സ്വന്തം റൈറ്റിംഗ് അല്ലേ, ഫെമിലിയർ ആവും. അങ്ങനെ നമ്മൾ എഴുതുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഈസിലി അത് മൈൻഡിൽ വരും. ഞാൻ സ്കൂളൊക്കെ അങ്ങനെ പഠിച്ചത്, അപ്പൊ അങ്ങനെ തന്നെ എഴുതി പഠിച്ചു. അത് ഇവിടെ യൂസ്ഫുൾ ആയി. അത് കറക്റ്റ്. നമ്മൾ ചില ഡയറക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ചില റൈറ്റേഴ്സ് ഉണ്ടാവും, അവരുടെ അതേ വേർഡ് തന്നെ പറയണം. അല്ലെങ്കിൽ പറയുന്നത് ഇതിന്റെ സംഭവം ഈ അർത്ഥം ഇതായാൽ മതി, നമ്മുടേതായ ലാംഗ്വേജിൽ പറഞ്ഞോളൂ എന്ന് പറയും. ഇവിടെ എങ്ങനെയായിരുന്നു ഈ സെറ്റിൽ? ഇവിടെ കറക്റ്റ് ആ ഡയലോഗ് തന്നെ പറയണം. ബിക്കോസ് അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് 2-3 ലൈൻസേ ഉള്ളൂ, പക്ഷെ ആ ലൈൻസിൽ കുറെ ഹിഡൻ മീനിങ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ മാറ്റി പറഞ്ഞാൽ ആ മീനിങ് അവിടെ തെറ്റും, സ്റ്റോറീനെ ബാധിക്കും. അതെ. അപ്പം നമുക്ക് ഫ്രീഡം തന്നു, ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ പറയാന്ന് ചോദിച്ചു. പക്ഷെ അതിനപ്പുറം അങ്ങനെ ഭയങ്കരമായിട്ട് മാറ്റാനൊന്നും അതിന്റെ ആവശ്യം വന്നില്ല. ഇറ്റ് വാസ് പെർഫെക്റ്റ്. ഡയലോഗ്സ് ഒക്കെ അതേപോലെ പറഞ്ഞപ്പോഴാണ് അതിന്റെ ബ്യൂട്ടി ഉണ്ടായിരുന്നത്. ഫാമിലി ആയിട്ട് സിനിമ കാണാൻ ഒരുമിച്ച് പോകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല അല്ലേ? കിട്ടിയില്ല. ഇനി തിരിച്ച് ബാംഗ്ലൂർ പോയിട്ട് ചിലപ്പോ ഒന്നും കൂടെ. അവരെല്ലാരും കണ്ടു. അതെ, ഫുൾ മൂവി കണ്ടോ? കണ്ടു. ഓക്കെ. മൈഥിലി കണ്ടോ? കാണാൻ പറ്റിയത് തിയേറ്റർ വിസിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫുൾ ഫസ്റ്റ് ഡേ എല്ലാവരും ഒരുമിച്ച് പോയി കണ്ടിരുന്ന വനിതയില്. നമ്മളിങ്ങനെ സ്വപ്നം കണ്ട, അല്ലെങ്കിൽ നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത ഒരു സംഭവം നമ്മളെ ഇങ്ങനെ ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കാണാം. ഫൈനലി അത് സംഭവിച്ചു. ആക്ച്വലി നമ്മളെ സിനിമയിൽ കാണുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഈ സിനിമയിൽ അങ്ങോട്ട് ഇൻവോൾവ് ആവാതെ പോകും. കാരണം നമ്മളെ നോക്കിയിരിക്കുമായിരിക്കും. അത് ആ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടെ പോയി ശരിക്കും കാണണം. ഫസ്റ്റ് ടൈം കാണുമ്പോൾ മറ്റേ അയ്യോ ഇപ്പൊ വരും കറക്റ്റ് ആയിട്ടാണോ ചെയ്തത്, ആ ടെൻഷൻ ഉണ്ടാവുമല്ലോ. അതങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിച്ചു കേട്ടോ, അങ്ങനെ ശ്രദ്ധിക്കാണ്ടിരുന്നതൊന്നുമല്ല. പക്ഷെ ഇനിയും കാണണം, പ്രോപ്പറായിട്ട് 2-3 പ്രാവശ്യമെങ്കിലും കാണണം. അല്ല, നമ്മുടേതല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും, നമ്മൾ ജഡ്ജ്മെന്റിലല്ലാതെ ഇങ്ങനെ ഇരുന്ന് അതിന്റെ കൂടെ ആ ഫ്ലോയിൽ ഇങ്ങോട്ട് പോകും. പക്ഷെ നമ്മുടെ ആദ്യമായിട്ടൊരു സിനിമ വരുന്നു, അപ്പൊ അതിന്റെ ഒരു റിലീസിന്റെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? അന്ന് രാത്രി ഉറങ്ങിയോ? ഞാൻ രാത്രി ഒന്നും ഉറങ്ങിയില്ല, ഞാൻ നേരത്തെ എണീറ്റന്ന് റെഡിയായി. പിന്നെ നമ്മള് ലൈക്ക് അവിടുന്ന് വന്നോണ്ട് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ കുറച്ചുറങ്ങി. പക്ഷെ ഇത് തന്നെയായിരുന്നു, എങ്ങനെയായിരിക്കും റെസ്പോൺസ്, ലൈക്ക് ട്രോള് വരുമോ, ഇങ്ങനെ ഫസ്റ്റ് ടൈം ആണല്ലോ, അതും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, കുറച്ച് റിസ്കി ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അഭിനയം പോയി കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും നമ്മുടെ വാട്സാപ്പിലെ ട്രോൾസ് മീംസ് ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കായിരുന്നു രാത്രി ഫുള്ള്, ഒന്നും വരരുത്. ഓ അങ്ങനെ, ഞാൻ വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ള അതുകൊണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും വരരുത് എന്നാണല്ലോ എന്തായാലും ഉണ്ടാവുക. അപ്പം രണ്ടും ഐ വാസ് പ്രിപ്പയർഡ്. പക്ഷെ ഭാഗ്യത്തിനൊന്നും വന്നിട്ടില്ല, അങ്ങനെ വരരുതേന്ന് തന്നെയാണ് ഞാൻ. എനിക്ക് എല്ലാവരും ഒരുവിധം നല്ല റിവ്യൂ തന്നെയാണ് പറഞ്ഞത്. അതിനകത്ത് ആരും റിവ്യൂസ് നോക്കിയായിരുന്നു? നമ്മളെല്ലാ ദിവസവും ഒരു നോക്കും റിവ്യൂ ഒക്കെ. കുഴപ്പമില്ലാണ്ട് പോണു ഇതുവരെ. ഇപ്പൊ ജസ്റ്റ് കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ ആൾക്കാർ. അപ്പം നമ്മള് വെയിറ്റ് ചെയ്യാണ്. ഈ തിയേറ്റർ വിസിറ്റിന് പോകുന്ന കാര്യം പറയുമ്പോഴേ നമ്മളിങ്ങനെ പെട്ടെന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളതിനകത്തോട്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഈ ആളുകളുടെ ഒരു സഡൻ ആയിട്ടുള്ള ഒരു റെക്കഗ്നിഷൻ ഉണ്ടല്ലോ, അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? അവർക്ക് പെട്ടെന്ന് ഷോക്കാണ്, അയ്യോ ഇത് സിനിമയിൽ അഭിനയിച്ച ആൾക്കാർ റിയൽ ലൈഫിൽ വന്ന്. അത് ആ റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ സാറാണെങ്കിലും നമ്മളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു വന്നപ്പോൾ തന്നെ. അപ്പോൾ അവർ വന്ന അമ്മയാണല്ലേ അച്ഛനാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ ചിലർ വന്ന് പറഞ്ഞു അവരുടെ ലൈഫിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എക്സ്പീരിയൻസസ് പറഞ്ഞു. അപ്പം ഇത് ആക്ച്വലി ഒരു കോമൺ ആയിട്ടുള്ള നമ്മുടെ ചുറ്റും നടക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റോറി ആരുടെങ്കിലും ഒക്കെ അറിയുമായിരിക്കും, അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് അത്. അപ്പം ഈ അമ്മമാരൊക്കെ വന്ന് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമുക്ക് ഓക്കെ, ഈ ചെയ്ത ക്യാരക്ടർ കുറച്ചെങ്കിലും വർക്ക് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം.
അപ്പം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആക്ച്വലി വേറെ ഏതെങ്കിലും മൂവീസ് ഇതിന്റെ ഇടയ്ക്ക് ചെയ്തായിരുന്നോ ഈ ഗ്യാപ്പിൽ? ഇല്ല, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ബേബി ഗേൾ കണ്ടു കഴിഞ്ഞിട്ട് ഇനി അതെ ഓക്കെ ഈ സിനിമയിൽ തന്നെ നമ്മൾ നിൽക്കണം എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാക്സിമം സിനിമകൾ കാണുക, അതാണ് ഹോംവർക്ക്. ഇപ്പോൾ സഞ്ജയ് സാറിൻ്റെ അടുത്ത് ചോദിച്ചാലും അദ്ദേഹം പറയാം പഴയ ഫിലിംസ് കാണുക അല്ലെങ്കിൽ ക്ലാസിക്സ് കാണുക. അപ്പോൾ അവര് ക്യാരക്ടേഴ്സ് ഭയങ്കര ഇന്റേണലൈസ് ചെയ്തിട്ട് പഴയ സിനിമ കുറച്ചുകൂടിയൊക്കെ ഇപ്പൊ കുറച്ചുകൂടി ഭയങ്കര റിയലിസ്റ്റിക് അല്ലേ, ഭയങ്കര റോ ആയിട്ടല്ലേ നമ്മൾ ചെയ്തത്. പഴയ സിനിമകൾ അത്രയ്ക്ക് അങ്ങനെ ഇംഗ്ലീഷ് ഫിലിംസ് കാണാൻ പറയും പുള്ളി, കുറച്ചും കൂടെ മലയാളത്തിനെക്കാട്ടിലും പ്രിഫർ ചെയ്യുന്നത്. അതെ. സോ അവരുടെ ആക്ടിങ് സട്ടിൽ പക്ഷെ റിയൽ ആയിട്ടുള്ള ആക്ടിങ് ആണ്. അതായിരിക്കും ഹോംവർക്ക്, അതാണ് നമ്മുടെ ഹോംവർക്ക്. ഈ സിനിമ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വേറെ കുറെ ടെൻഷൻസ് ഉണ്ടാവും. ആസ് എ വിമൻ അല്ലെങ്കിൽ ആസ് എ ഗേൾ, അങ്ങനത്തെ ടെൻഷൻസ് ഒക്കെ ക്യാരി ചെയ്തിട്ടായിരുന്നു സെറ്റിലോട്ട് പോയത്? ഇല്ലില്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അത് അരുൺ സാർ, ഞാൻ ഐ തിങ്ക് ഈ സെക്കൻഡ് ഓഡിഷൻ കഴിഞ്ഞ് ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ആയത്. അപ്പൊ ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു. അതായത് ഓഡിഷൻ കഴിഞ്ഞിട്ട് ലുക്ക് ടെസ്റ്റിന് വേറെ വിളിച്ചു? 2 ഓഡിഷൻ ഉണ്ടായിരുന്നു. അതൊരു 1 വീക്ക് ഗ്യാപ്പിലായിരുന്നു. പിന്നെ സെക്കൻഡ് ഓഡിഷൻ കഴിഞ്ഞപ്പോഴും അവർക്ക് ഇങ്ങനെ ഷോർ ആയിരുന്നില്ല. പിന്നെ ലുക്ക് ടെസ്റ്റും കൂടെ കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പൊ ഒന്നും ആരോടും പറയല്ലേന്ന് പറഞ്ഞു. ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് കൈ തന്നെ ഓക്കെ കൺഗ്രാറ്റ്സ് അന്ന് അപ്പൊ തന്നെ പറഞ്ഞു. അപ്പൊ തന്നെ പറഞ്ഞു ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞു. ഏറ്റവും ആദ്യം ആരോട് റിവീൽ ചെയ്തത് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു? അച്ഛനമ്മോട്. വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് പോസ്റ്റർ ഇറങ്ങണ വരെ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എപ്പ ഇറങ്ങും? ഒരു വർഷം, ഇങ്ങനെ ഓൾമോസ്റ്റ് 1 ഇയർ. എന്ത് ഇത്ര ലേറ്റ് ആയിപ്പോയെ? അതറിയില്ല, മാർക്കറ്റിംഗ് ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഓക്കെ, അപ്പൊ ടെൻഷൻ ഉണ്ടാവും എന്ത് ഇത്ര ലേറ്റ് ആയി പോകുന്ന? അത് ഉറപ്പായിട്ട് നമ്മുടെ ഫസ്റ്റ് ഫിലിം അല്ലേ, ഇത് പുറത്തിറങ്ങിയിട്ട് വേണം ഇനി അടുത്ത ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ. അപ്പം അത് എന്താ, പക്ഷെ നമുക്കറിയായിരുന്നു നമ്മുടെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നോ കോംപ്രമൈസ് സോണിലിരിക്കുന്ന ആളാണ്. അപ്പൊ ടൈം എടുത്താലും പടം പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സിനിമയ്ക്കകത്ത് ഏത് സീൻ എടുത്തപ്പോഴായിരുന്നു കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ട് വന്നത്? സ്ട്രഗിൾ അല്ല, ഞാൻ മറ്റേ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത സീൻ ക്ലൈമാക്സിന്റെ സീനായിരിക്കും, ലിജോ ചേച്ചിയുടെ ഓപ്പോസിറ്റ് ഉള്ള. അത് അത്രയും കോൺസെൻട്രേഷൻ വേണ്ട സീനാ. അപ്പൊ ഞാൻ തുടക്കത്തിലാണോ എടുത്തത് അതോ ലാസ്റ്റ് ആണോ? അത് ലാസ്റ്റ് എടുത്തത്. ഓക്കെ, അപ്പൊ അപ്പോഴത്തേക്ക് നമ്മൾ അതുമായിട്ട് കംഫർട്ടബിൾ ആയി, ഒന്ന് പഠിച്ചു വന്നു എല്ലാം. അപ്പൊ കുറച്ച് ഈസി ആയിരുന്നു. പക്ഷെ എന്നാലും അതായിരുന്നു ഞാൻ എഫേർട്ട് എടുത്ത് ചെയ്ത സീൻ. ഈ സീൻസ് ബൈ സീൻ ആയിട്ട് ഇങ്ങനെ നരേറ്റ് ചെയ്ത് തരുന്ന ഡയറക്ടർ ആയിരുന്നു, റൈറ്റർ ആയിരുന്നു, ആരായിരുന്നു? രണ്ടുപേരും. മോസ്റ്റ്ലി സഞ്ജയ് സാർ ആയിരുന്നു നമ്മളോട് മൊത്തത്തിലുള്ള ഔട്ട്ലൈനും നമ്മുടെ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ്. ഈ ക്യാരക്ടറിന്റെ ഒരു സ്കെച്ച് എങ്ങനെയായിരുന്നു നരേറ്റ് ചെയ്തത്? അത് ഞാൻ സെക്കൻഡ് ഓഡിഷൻ ലുക്ക് ടെസ്റ്റിന്റെ അന്നാണ് എൻ്റെ അടുത്ത് മൊത്തത്തിൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. എന്താണ് എന്നുള്ളത്, എന്താണ് അല്ലെങ്കിൽ ഇപ്പം എത്ര ഏജ് പറഞ്ഞു, പിന്നെ ഈ ക്യാരക്ടറിന്റെ ഔട്ട്ലൈൻ പറഞ്ഞു തന്നു, എന്തുകൊണ്ടാണ് ഈ സീൻസ് ചെയ്യേണ്ടത്, കഥയിലെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് ലാസ്റ്റിൽ വരുന്നത്, അതൊക്കെ പറഞ്ഞു തന്നു. അപ്പം അപ്പോഴാണ് എനിക്കൊന്ന് ഓക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇത്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഒന്നും എഡിറ്റിൽ പോവില്ല, ഞാനുണ്ടെങ്കിൽ ഇല്ല. എന്നാലും പേടി ഉണ്ടായിരുന്നു, പേടി ഉറപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അല്ല, ടെൻഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് എത്തുമ്പോഴും? ഉറപ്പായിട്ടും ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഓക്കെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്, പക്ഷെ എന്തോ ആവാലോ, ലൈക്ക് സിനിമ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. പക്ഷെ ഭാഗ്യത്തിനൊന്നും അങ്ങനെ എഡിറ്റൊന്നും ആയിട്ടില്ല. ഈ നരേറ്റ് ചെയ്ത സമയത്ത് ഏത് സീൻ കേട്ടപ്പോഴാണ് ദൈവം ഇതൊക്കെ ഞാൻ ചെയ്യണോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു തോട്ട് വന്നത്? സോ ഫുള്ളായിട്ട് അന്ന് നരേറ്റ് ചെയ്തില്ല, ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു. പക്ഷെ ഇത് ഇത്രയും ഡെപ്തുള്ളൊരു ക്യാരക്ടറാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ഇത് അങ്ങനെ ചുമ്മാ അങ്ങ് പോയി ചെയ്യാൻ പറ്റില്ല, ഇത് കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടേ പോകാൻ പറ്റൂ എന്നുള്ളത്. അന്ന് അവിടെ സീനിന്റെ മുന്നേ ആണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ ടെൻഷൻ അടിക്കാവുന്ന ടൈമില്ല, അടുത്ത ഷോട്ടിന് നമ്മൾ പോയി ചെയ്യണം. അതൊരു നല്ല കാര്യമാണ്. എന്ത് പ്രിപ്പറേഷൻ അതിന് മുമ്പ് ചെയ്തത്? അതായത് ഓഡിഷൻ കഴിഞ്ഞു, ഇപ്പൊ ഷൂട്ട് തുടങ്ങുന്നു ഒരു ഡേറ്റ് നമ്മളെ വിളിച്ച് പറയുമല്ലോ, അതിന്റെ ഇടയ്ക്ക് എന്ത് പ്രിപ്പറേഷൻ ചെയ്ത്? കണ്ണാടിയിലൊക്കെ നോക്കി സ്വന്തമായിട്ടൊക്കെ അഭിനയിക്കുന്ന പരിപാടി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ചെയ്യണം. ലൈക്ക്
ഇത് മാജിക് ഫ്രെയിംസ് പ്രൊഡക്ഷൻ ആണ്, അരുൺ സാറാണ് ഡയറക്ടർ, അതെ ലിസ്റ്റിൻ സ്റ്റീഫൻ, പിന്നെ സഞ്ജയ് സാറാണ് റൈറ്റർ. ഇവർക്കൊക്കെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. നമ്മള് സിനിമ എന്ന് പറയും, മലയാള സിനിമ എന്ന് പറയുമ്പോൾ എടുക്കുന്ന കുറെ ലെജൻസിന്റെ പേരുകളുടെ കൂട്ടത്തിൽ വരുന്ന ആളുകളാണ്. അതെ അതെ. അപ്പം ആ ഒരു വലിയ പടത്തില് ഒരു റോള് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പം അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കാനേ പറ്റാത്ത ഒരു ഓപ്പർച്യൂണിറ്റി ആ കിട്ടിയിരിക്കണേ. അത് അങ്ങനെ തന്നെ കണ്ടിട്ടാണ് ഞാൻ സെറ്റിലേക്ക് പോയതും ചെയ്തതൊക്കെ. ഓക്കെ, ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു സിനിമ കിട്ടുമ്പോൾ ഏറ്റവും നല്ല ബാനറിന്റെ കൂടെ ചെയ്യാൻ പറ്റി എന്നുള്ള, അല്ലെങ്കിൽ ഒരു വലിയ താരനിരകളുടെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളൊരു വലിയ കാര്യമാണ്. അതൊരു ഓപ്പണിങ് കിട്ടി. ഇനി നമ്മളത് സസ്റ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളതാണ്. അതിനുള്ള ഒരു ഒരുക്കങ്ങൾ എന്തൊക്കെയാ? ഒരുക്കായിട്ടൊന്നുമില്ല, ഇനി പടം ഇറങ്ങിയിട്ടേ ഉള്ളൂ. വെയിറ്റ് ചെയ്യുക, റെസ്പോൺസസ് കാണുക, ഇനി അടുത്ത ഓഡിഷൻസിന് പോവുക, വിളിക്കണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണേ. അത് അങ്ങനെ തന്നെ പോവുമായിരിക്കും, നല്ല രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഓഡിഷൻ്റെ ഇടയ്ക്ക് അറ്റൻഡ് ചെയ്തായിരുന്നു? ഇടയ്ക്ക് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. ഇപ്പം കുറച്ചായിട്ട് ഇതിൻ്റെ ഇതായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബേബി ഗേളിന് വേണ്ടി? ബേബി ഗേളിൻ്റെ ഇത് കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ്, അപ്പോൾ ഇപ്പോൾ ഒന്നും എടുത്തിട്ടില്ല. അതിൻ്റെ മുന്നേ ഒക്കെ ഞാൻ കോഴിക്കോട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓഡിഷൻ, അതിൻ്റെ മുന്നേ കൊച്ചിയിൽ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇത് കഥ നരേറ്റ് ചെയ്ത സമയത്ത് അമ്മയാന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആ സിനിമേന്റെ അമ്മയായിട്ട്, പക്ഷെ ഏജ് നമുക്ക് റിവീൽ ചെയ്ത് തന്നായിരുന്നു. എന്നാലും അത് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായോ? അമ്മയായിട്ടുള്ള എന്റെ അഭിനയം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ? പക്ഷെ ലൈക്ക് അമ്മയുടെ ആ മെച്യൂരിറ്റി ഇല്ലല്ലോ. അപ്പം എനിക്ക് ഈസി ആയിരുന്നു. ഈസി ആയിരുന്നു. എനിക്ക് ലൈക്ക് ഫേക്ക് ചെയ്യേണ്ടി ഒന്നും വന്നിട്ടില്ല. എൻ്റെ ഏജിൽ തന്നെ, ഓൾമോസ്റ്റ് എൻ്റെ ഏജിൽ തന്നെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യാം. ഒബ്വിയസ്ലി സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്. അത് മാത്രം നമ്മളെ ആ സിറ്റുവേഷനിൽ പ്ലേസ് ചെയ്തിട്ട് ബിഹേവ് ചെയ്യണം. പക്ഷേ ഏജ് വൈസ് അങ്ങനെ ഭയങ്കര മെച്യൂരിറ്റി കാണിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അത് കുഴപ്പമുണ്ടായിരുന്നു. അത്യാവശ്യം ഈസി ആയിരുന്നു. അഭിമന്യുമായിട്ടുള്ള സീൻസ് ഒക്കെ എങ്ങനെയാണ്? അഭിചേട്ടനായിട്ടുള്ള സീൻ എനിക്ക് പേടിയായിരുന്നു. മറ്റേ ലൈക്ക് അഭിചേട്ടൻ പോലീസ് കോസ്റ്റ്യൂമിൽ മറ്റേ ഇങ്ങനെയല്ലേ ഇരിക്കുന്ന, ഓപ്പോസിറ്റ് ഇങ്ങനെ തന്നെ. അഭിമന്യു ആണ് ഈ വേഷം ചെയ്യുന്നത് നേരത്തെ അറിയാറില്ല? ഇല്ല, അത് അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. അതെ അതെ, 2-3 days ബിഫോർ ആണ് അറിഞ്ഞത്. അപ്പൊ മൈഥിലിക്ക് അവിടെ ആരെയും പരിചയമില്ലായിരുന്നു? എനിക്ക് എൻ്റെ ഷൂട്ട് തുടങ്ങണ ഒരു 1 day മുന്നേ ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് സാർ എന്നെ പറഞ്ഞു വന്നു ഒന്ന് എല്ലാവരും കാണണം, മിങ്കിൾ ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തു. പിന്നെ നമുക്കൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ഉണ്ടായിരുന്നു, ഞാനും അക്ഷയും, ഈ കൊച്ചിന്റെ അച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട്. അപ്പൊ എനിക്കും അക്ഷയനും കുറച്ചൊരു വർക്ക്ഷോപ്പ് അല്ല, ജസ്റ്റ് ഒന്ന് മിങ്കിൾ ആവാൻ, ആ ഒരു സാധനം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവരെ മീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സംഭവം വർക്ക്ഔട്ട് ആവാൻ കുറച്ച് സമയം എടുത്തോ, ഒന്ന് മിന്തി സെറ്റ് ആവാനായിട്ട്? ലൈക്ക് അത്രയ്ക്ക് ടൈം എടുത്തില്ല, വേഗം കണക്ട് ആയി. ബിനോയ് സാർ ആയിരുന്നു വിളിച്ചത് ഈ എക്സസൈസ്. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെല്ലാരും ഫ്രണ്ട്സ്, കുഴപ്പമൊന്നുമില്ല. സിനിമയുടെ കൂടെ കുറെ നല്ല ഫ്രണ്ട്സിനെ പറയുന്നുണ്ട്. അഭിചേട്ടനായിട്ടുള്ള സീൻ എനിക്ക് പേടിയായിരുന്നു ശരിക്കും, ആ ക്യാരക്ടറിലായിരുന്നു പുള്ളി. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ചായിരുന്നു. പിന്നെ കുറച്ചൊന്ന് സംസാരിച്ചപ്പോൾ ഓക്കെ. ഷോട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്, അതിന്റെ മുന്നേ സംസാരിച്ചിട്ടില്ല. പിന്നെ കമ്പനി ആയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ ടേക്ക് പോയത് ഏത് സീനായിരുന്നു? അഭിചേട്ടന്റെ കൂടെയുള്ള സീനായിരിക്കും. പറഞ്ഞു ലാസ്റ്റ് എനിക്ക് ടെൻഷൻ ആയിട്ട് എന്റെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. ഇല്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞ ടൈം കിട്ടിയില്ല അതിനൊന്നും. പക്ഷെ അത് പിന്നെ വേറെ കുറെ ആർട്ടിസ്റ്റുള്ള സീനായിരുന്നു അത്. അപ്പം കുറച്ചും കൂടെ ടൈം ടേക്കിംഗ് ആയിരുന്നു. ബാക്കിയൊക്കെ സിംഗിൾ ആയിട്ടുള്ള സീൻസ് ആയതുകൊണ്ട് അത്രയും ടൈം എടുത്തില്ല. ഇപ്പൊ കുറെ പേരെ കോർഡിനേറ്റ് ചെയ്യണം, മാനേജ് ചെയ്യണം, അതിൻ്റെതായത് ഇത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡയറക്ടർ ഭയങ്കര നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സീനുണ്ടോ, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്തൊരു സീൻ? അത് ക്ലൈമാക്സ് സീനാണ്. ആണോ? ഓക്കെ, നമ്മൾ ടെൻഷനിലാണല്ലോ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് അങ്ങ് നോക്കുമ്പോഴത്തേക്ക് എന്തായിരുന്നു ആദ്യത്തെ ആ ഒരു റെസ്പോൺസ് അവിടെ നിന്ന് വന്നത്? ഒരു സീനിൽ എനിക്ക് ഓർമ്മയുണ്ട്, ചെയ്തിട്ട് പുള്ളി ഇങ്ങനെ നോക്കി, സഞ്ജയ് സാറിനെ ഇങ്ങനെ നോക്കി, എന്നിട്ട് ഓക്കെ ടേക്ക് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഫസ്റ്റ് 2-3 ടേക്സിൽ ഓക്കെ. അതിൽ ഡയലോഗ് ഇല്ല, ജസ്റ്റ് ഒരു ഇങ്ങനെ നടന്നു പോകണം, ഒരു ഇമോഷൻ കാണിച്ചിട്ട് നടന്നു പോകണം സീൻ. അപ്പം അത് ഞാനത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമായി അത് കണ്ടപ്പോൾ. പുള്ളി അങ്ങനെ
ഫേസുകൾ അങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓക്കെ, എൻ്റെ വഴി സിനിമയാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റ് നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവും. ആ ഒരു മൊമെന്റിനെ ഒന്ന് റീകളക്ട് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? പണ്ട് മുതലേ താല്പര്യം ഉണ്ടായിരുന്നു, കാരണം അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ചോദിക്കും ഇങ്ങനെയാണ് സെറ്റിൽ, എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുമ്പോൾ എത്ര ടേക്ക് പോകണം, ക്യാരക്ടറിന് പ്രിപ്പയർ ചെയ്യുമോ, കുറേ ചോദ്യങ്ങളായിരുന്നു. പിന്നെ ഞാൻ സെറ്റിൽ അങ്ങനെ പോയിട്ടില്ല അമ്മ ചെയ്യുന്ന ഇതിലും. സോ എനിക്ക് എപ്പോഴും ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ്. സിനിമ അങ്ങനെ ഒരു 17-18 ഇയേഴ്സ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ഓഡിഷൻസ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇപ്പോൾ ബേബി ഗേൾ ചെയ്തു. സിനിമ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു? സിനിമ പഠിക്കണം എന്ന് അങ്ങനെ ലൈക്ക് അമ്മ പറഞ്ഞൊരു കാര്യമായത്, നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റുന്ന ഒരു സെറ്റിൽ പോകുമ്പോഴാണ്, അവിടുത്തെ എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കും ദാൻ തിയറി. പ്രാക്ടിക്കലി അവിടെ പോയി കുറേ കാര്യങ്ങൾ കാണുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക. സോ എനിക്ക് അത് തന്നെയായിരുന്നു ആഗ്രഹം, എത്രയും വേഗം ഒരു സിനിമയിൽ ചാൻസ് കിട്ടുക, എന്നിട്ട് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാം. വേറെ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. അല്ല, നമുക്ക് ആക്ടിങ് പഠിക്കണം അല്ലെങ്കിൽ ആക്ടിങ് വർക്ക്ഷോപ്സ് ചെയ്യണം. വർക്ക്ഷോപ്സ് ചെയ്യണമെങ്കിൽ ഞാൻ UG ക്രൈസ്റ്റിൽ പഠിച്ചൊരു ട്രിപ്പിൾ മേജറാണ്. അപ്പോൾ അതിൽ തിയേറ്റർ മേജറായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രൊഡക്ഷൻസ് ഒക്കെ ചെയ്തു. അപ്പം നമുക്ക് ആക്ടിങ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കയറി ഇതിൽ. പക്ഷെ അത് സ്റ്റേജ് ആക്ടിങ് ആണ്, ഭയങ്കര അത് ലൗഡാണ്, ഡിഫറെൻറ്റ് ടൈപ്പായിരുന്നു. ഇതിലേക്ക് അതും ഡെഫിനറ്റ്ലി ഒരു വഴി തന്നെയായിരുന്നു. ഓക്കെ, ബാംഗ്ലൂരല്ലേ ഇപ്പം സെറ്റിൽഡ്? അപ്പം എനിക്ക് തോന്നുന്നു ധാരാളം തമിഴും ഹിന്ദിയും അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ആയിട്ട് എല്ലാ സിനിമകളും കണ്ട് വളരുന്ന ഒരാളായിരിക്കും. അത്യാവശ്യം ഹിന്ദിയൊക്കെ കാണുന്നത്. പക്ഷെ മലയാള സിനിമയോടാണോ കുറച്ചുകൂടി കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് മലയാളം അങ്ങനെയാണോ? നമുക്ക് ലാംഗ്വേജ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മലയാളം ആയതുകൊണ്ട് ഓബ്വിയസ്ലി ഇതായിരിക്കും ഫസ്റ്റ് ഓപ്ഷനായിട്ട് നമ്മൾ ട്രൈ ചെയ്യാം. ബാക്കി ഓഫ് കോഴ്സ് സെക്കൻഡറി ആയിരിക്കുമല്ലോ. അവിടെ ഓഡിഷൻസിനൊക്കെ പോകുന്നുണ്ടോ? അവിടെ ഇല്ല, അവിടെ അത്ര പോവാറില്ല. എന്ത് പറ്റിയത്? കാരണം വേറെ ലാംഗ്വേജസ് ലൈക്ക് ഇപ്പൊ എനിക്ക് എപ്പോഴും മലയാളത്തിൽ തന്നെ ഫസ്റ്റ് തുടങ്ങണം എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് അത് കഴിഞ്ഞ് നോക്കാലോ. മലയാള സിനിമയാണ് നമ്മൾ കണ്ട് മലയാള സിനിമകൾ കാണുമായിരുന്നു. യെസ് പണ്ട് ഒക്കെ കാണും. എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ സെറ്റിൽ ആയിട്ടും കറക്റ്റ് ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം. അല്ല, അത് വീട്ടിൽ നിങ്ങൾ അങ്ങനെ മിണ്ടി? അമ്മ സ്ട്രിക്റ്റ് ആയിരുന്നു. ലൈക്ക് മോസ്റ്റ്ലി ബാംഗ്ലൂർ പഠിച്ച പിള്ളേർക്ക് അത്ര മലയാളം സ്ഫുടത ഉണ്ടാവില്ല. സോ അമ്മ വീട്ടിൽ മലയാളം പറഞ്ഞാൽ മതി, നോ ഇംഗ്ലീഷ്, നോ ഹിന്ദി, വേറെ ഒരു ലാംഗ്വേജ് പറ്റില്ല, അതൊക്കെ സ്കൂളിൽ മതി. വീട്ടിൽ വരുമ്പോൾ മലയാളം സംസാരിക്കാൻ തന്നെയാണ്. എൻ്റെ അച്ഛൻ ജനിച്ചത് വളർന്നൊക്കെ ബോംബെയിലായിരുന്നു. പക്ഷെ അച്ഛനും മലയാളം പറയാൻ നല്ലോണം അറിയാം. അച്ഛൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് ഈസി ആയി തോന്നുന്നു. ഡെഫിനറ്റ്ലി ഈസി ആയി. അല്ല, ആക്ട് ചെയ്യാനോ ആക്ച്വലി ഡബ് ചെയ്യാനാണോ ബുദ്ധിമുട്ട്? ആക്ട് ചെയ്യാൻ ആണോ? ഞാൻ ചിലപ്പോൾ തിരിച്ചാ വിചാരിച്ചത്. കാരണം നമ്മളത് ആ സമയത്ത് നമുക്ക് ആ ഇമോഷൻ കംപ്ലീറ്റ് എടുത്ത് നമ്മൾ ചെയ്യുമല്ലോ, നമ്മുടെ ഓപ്പോസിറ്റ് ഒരാളുണ്ട്. പക്ഷെ ഡബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം ഒറ്റയ്ക്ക് അങ്ങനെയാ വിചാരിച്ചത്. പക്ഷെ ഡബ് ചെയ്യാൻ പോയപ്പോ വേഗം ഈസി ആയിട്ട് അങ്ങ് തീർന്നു. പക്ഷെ ആക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പാടായിട്ട് എനിക്ക് തോന്നിയ. ഓക്കെ, ഡബ് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടിയ സീൻ ഏതായിരിക്കും? ആക്ച്വലി അവിടെ ഉള്ള ഗായത്രി ചേച്ചിയായിരുന്നു സൗണ്ട് എഞ്ചിനീയർ. പുള്ളിക്കാരി ലൈക്ക് ഫുള്ള് നമുക്ക് എന്താ ഒരു ടെൻഷനും ഇല്ലാണ്ട് സൗത്ത് സ്റ്റുഡിയോയില് അത് ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച ഡബിങ്ങിന്. ബിക്കോസ് അമ്മ പറഞ്ഞിട്ടുണ്ട് ഡബിങ് നല്ല പാടാണ്, സൂക്ഷിച്ച് ചെയ്യണം, അവര് പറയണ അനുസരിച്ച് നമ്മൾ ചെയ്യണം, ഒന്നും മാറിപ്പോരുത്, ടൈം ഉണ്ടാവില്ല. അപ്പം ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെയുള്ള ചേച്ചി കറക്റ്റായിട്ട് പറഞ്ഞു തന്നു, ചെയ്തു, പോയി, അത്രേ ഉള്ളൂ. ഈസി ആയിരുന്നു. ആക്ട് ചെയ്തതിനേക്കാൾ ഞാൻ സാധാരണ എല്ലാവരും തിരിച്ചു പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, ഈ ഡബ് ചെയ്യുന്ന സംഭവം. അമ്മയുടെ അടുത്ത് പറഞ്ഞായിരുന്നു? അമ്മ എന്താ പറഞ്ഞത്? അമ്മയും ഇങ്ങനെ ഡബിങ് ഈസി ആയിരുന്നു, ഓക്കെ, അടിപൊളി. അല്ല, ഞാനിങ്ങനെ ആലോചിക്കുക, കാരണം നമുക്കത് കുറച്ചുകൂടെ സമയമൊക്കെ എടുത്ത്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് നമുക്ക് അങ്ങനെ വരില്ലല്ലോ. അല്ലെങ്കിൽ ഒരാളില്ല, നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഇത് അസ്യൂം ചെയ്ത് ചെയ്യണം. അപ്പൊ അത് ഈസിയാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അഭിനയം കുറച്ചുകൂടെ ഈസി ആവും തോന്നുന്നു ഇനി ചെയ്യുമ്പോഴത്തേക്ക്. ചിലപ്പോൾ അറിയില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഈ അഭിനയം എന്നുള്ളൊരു സംഭവം വന്നപ്പോഴത്തേക്ക് ഇപ്പൊ പറഞ്ഞല്ലോ ജോലി പോയ ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് നമ്മള് അതിന്റെ ഭാഗമായിട്ട് ഈ സിനിമയും കൊണ്ടുപോകാം, അതുപോലെ തന്നെ കരിയറും കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അപ്പൊ ആ ഒരു സമയത്ത് ഒന്ന് സ്റ്റക്കായി പോയില്ലേ ലൈഫില്? സ്റ്റക്കായി. അതെങ്ങനെയായിരുന്നു ഓവർകം ചെയ്തത്? ശരിക്കും ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ഒന്നും ആയിരുന്നില്ല. ലൈക്ക് അത് ചെയ്യുന്നു, ലൈക്ക് കോളേജ് വഴി കിട്ടിയ പ്ലേസ്മെന്റ് ആണ്, എന്തെങ്കിലും ചെയ്യണ്ടേ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നെക്സ്റ്റ് ഇനി എന്താ? അതെല്ലാവർക്കും മൈൻഡിൽ വരുന്ന ഒരു ചോദ്യമാണ്. എപ്പോഴും ഫുൾ ടൈം ഡാൻസ് കളിച്ച്
കറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ കയറിയതാണ്. ബട്ട് എനിക്ക് എവിടേക്കോ എന്തൊക്കെയോ മിസ്സിങ് ആയിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിനാണ് ഓഡിഷൻ വന്നതും പോയി ചെയ്തതും ഇത് കിട്ടിയതും ഒക്കെ. എത്ര സമയം എടുത്തു ഒരു ഇത് ഓഡിഷൻ കഴിഞ്ഞ് കോള് വന്ന്? മാർച്ച് എൻഡൊക്കെ ആയപ്പോഴായിരുന്നു ഫസ്റ്റ് ഓഡിഷൻ. അത് കഴിഞ്ഞ് ഒരു 1 വീക്കിൽ സെക്കൻഡ് ഓഡിഷൻ. പിന്നെ ഒരു April 7th ഒക്കെ ആയപ്പോൾ ലുക്ക് ടെസ്റ്റ്. പിന്നെ മെയ് ബിഗിനിങ് ആയിരുന്നു ഷൂട്ട് തുടങ്ങി. അപ്പോൾ ഇതായിരുന്നു ടൈം സ്പാൻ. അമ്മയുടെ അടുത്ത് പറഞ്ഞു റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെ? അല്ല, എനിക്കും അറിഞ്ഞില്ല ജോലി പോകുന്നത്. അവിടെ പോയി ഞാൻ മെയിലൊക്കെ അയച്ച് കറക്റ്റ് ആയിട്ടാ പോയത്. അപ്പൊ അവർ ഓക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ പ്രൊബേഷൻ പീരീഡ് ആയതുകൊണ്ട് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർക്ക് അറിയാം സിനിമയിലേക്ക് ആണ് അതിന്റെ പ്രപ്പിനാണ് പോണതും ഒക്കെ. അപ്പൊ അവര് തന്നെ പറഞ്ഞു പാഷൻ വേറെ എന്തെങ്കിലും ആണെങ്കിൽ എന്തിനാ വെറുതെ ഇവിടെ നിൽക്കണേ. അപ്പം അങ്ങനെ അത് ക്ലോസ് ചെയ്തിട്ട് ഇറങ്ങി. നമ്മൾ ഈ ചുറ്റുമുള്ള ആളുകളെയൊക്കെ നോക്കുന്ന സമയത്ത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറേ ആളുകളെ നമ്മൾ കാണാറുണ്ട്. അവർ ചിലപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുക. അപ്പം അതൊക്കെ ഓർത്ത് ഓവർ തിങ്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു വഴി ഇത് തന്നെ ആണല്ലോ, ഞാൻ എന്താ ചെയ്യുക, അങ്ങനത്തെ തോട്ട്സ് ഒക്കെ വരാറുണ്ടോ? തോട്ട്സ് വരാറുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ട് ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ഓവർ തിങ്കറാണ്. പക്ഷെ ഇപ്പം അത് കുറയ്ക്കണം. ലൈക്ക് നമുക്ക് എന്താ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഓഡിഷൻസിന് പോവുക, നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയാൽ അത് ചെയ്യുക. ബാക്കി സൈഡിൽ ഒരു എന്തെങ്കിലും വെക്കണത് നല്ലതാണ്. ഇതാണ് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ ചെയ്യാനാ പ്ലാൻ. വേറെ ഒന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. അല്ല, വേറൊരു കാര്യം കൂടെ, ഇപ്പം നമ്മൾ ഡാൻസ് ഉള്ളത് കൊണ്ട് അത് കൂടെ തന്നെ ക്യാരി ചെയ്യും. ഉറപ്പായിട്ടും ഡാൻസ് എപ്പോഴും എൻ്റെ ഒരു കംഫർട്ട് സോണാണ്. ലൈക്ക് എന്ത് സ്ട്രെസ് എന്തെങ്കിലും മൂഡ് ഓഫ് ആണെങ്കിൽ ഡാൻസ് കളിച്ച് ഐ എം ലൈക്ക് ഹാപ്പി. പിന്നെ ഞാൻ കോളേജിലാണെങ്കിലും ഡാൻസ് ടീംസിലുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രൊഫഷണൽ ക്രൂവിൽ കയറി 1 വർഷം അവരുടെ കൂടെ കമ്പീറ്റ് ചെയ്തിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. ഈ സ്ട്രെസ് വരുമ്പോൾ അത് ഓവർകം ചെയ്യാൻ ആസ് എ പേഴ്സൺ എന്താ ചെയ്യാറുള്ളത്? ഡാൻസ്. ഡാൻസ് കളിക്കുമ്പോൾ ഒരു സെക്കൻഡ് പോലും ആലോചിച്ചില്ല. അതെ, ബിക്കോസ് അത് സൈഡ് ഹസിലാണ്. ഞാൻ പണ്ട് വന്നില്ല ഭരതനാട്യം പഠിച്ചിട്ട് പിന്നെ കോളേജിൽ വന്നപ്പോൾ ബാക്കി സ്റ്റൈൽസ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ പ്രാക്ടീസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ 4 to 8 ആ ടൈം നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം. പിന്നെ ഒത്തിരി സ്വെറ്റ് ചെയ്യും നമ്മൾ. എക്സസൈസ് ആണല്ലോ മൈൻഡിൽ ഡാൻസ് എന്ന് പറയുമ്പോൾ. കൊറിയോഗ്രാഫീസ് പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഡാൻസ്. എന്താണ് നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസ്? എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഇനിയും അടിപൊളി ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ. ഇനിയും ബെറ്റർ ആയിട്ട് ചെയ്യണം. കുറച്ചും കൂടെ ഡിഫറെൻറ്റ് റോൾസ് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹങ്ങൾ. ഇതെല്ലാം മുന്നോട്ട് പോകാനാണ് ഉറപ്പായിട്ടും. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്.